നാട്ടിലാണ്. 25 more than 25 years. ഞാനിവിടെ വന്നിട്ട് 15 വർഷമായി. ഞാൻ വന്നിട്ട് 16 വർഷമായി. എൻ്റെ നാട് മലപ്പുറം തിരൂരാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 16 വർഷമായിട്ടും ഗ്രോസറി തന്നെ ആയിരുന്നു ജീവിതം. ഇപ്പോൾ പുതിയ റൂൾ അബുദാബിയിലെ എല്ലാ ഗ്രോസറികളും പുതിയ യൂണിഫൈഡ് ഇതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ 31st മറ്റേ ടൈം തന്നിരുന്നു December 31 വരെ. January 1 തുറക്കണം എന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റൈലിൽ തുറക്കാൻ പാടുള്ളൂ എന്നല്ല. ഇപ്പോൾ ഈ ജനുവരി മുതൽ പണിയൊന്നുമില്ല, കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഗ്രോസറി സ്റ്റോറൊക്കെ പഴയ സ്റ്റൈലിൽ തന്നെ ഇതുവരെ നടന്നിരുന്നത്, പുതിയ ഇതിന് വേണ്ടിയിട്ട്. അതന്നെ ഞങ്ങൾക്കൊരു വിഷമം, വലിയ എമൗണ്ട് ഒറ്റയടിക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കുറേയെല്ലാം വിറ്റ് ഒഴിവാക്കി, കുറേയൊക്കെ ഇത് കാർട്ടോണിലൊക്കെ ആയിട്ട് എടുക്കുകയാണ്, കുറേ പിന്നെ കച്ചറയിൽ ഒഴിവാക്കി. ഇപ്പോൾ മറ്റേ ഈ ബ്ലോക്കിൽ തന്നെ എല്ലാ ഷോപ്പും ഒരുമിച്ച് അടച്ച്, അതായത് തൊട്ടടുത്ത ഷോപ്പ് ആദ്യം ചെയ്യണ ഒരു ലിസ്റ്റ് ആദ്യം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നം വരുന്ന സാധനങ്ങൾക്ക് അവർ നിങ്ങൾ തുറക്കുമ്പോൾ എന്നുള്ള ചോദ്യമാണ്. നമുക്ക് സാധനം കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ വീട്ടിൽ ആളുണ്ടാവില്ല, കുട്ടികൾ ആരെങ്കിലും ആയിക്കാരം. അപ്പോൾ ഒരു പണിസ്ഥലത്ത് നിന്ന് വിളിച്ച് പറിച്ചിലാണ് ഇന്ന സാധനം വീട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയും വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. നിത്യേന വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. അതിപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയി സാധനം മേടിച്ചുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് കുബൂസിന് വേണ്ടി നമ്മൾ പോകണം. എനിക്ക് മറ്റേ ഇത് കേട്ടപ്പോൾ ചെയ്യാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പ് അടച്ചിട്ട് ചെയ്യാൻ എന്നാണ് ഇപ്പോൾ കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നിയമം നിർബന്ധമായപ്പോൾ പിന്നെ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള. പക്ഷേ ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. ഫസ്റ്റിൽ ഒരു പറഞ്ഞിരുന്നു പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി, അപ്പം നമ്മളിത് നീട്ടിക്കിട്ടും എന്നുള്ളതിൽ പ്രതീക്ഷിച്ചിരുന്നു. ലാസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രയാസം. നന്നാക്കി എടുക്കണമെങ്കിൽ 1.5 ലക്ഷം ദിർഹംസോളം വേണം. പറ്റും, നമുക്കിപ്പോൾ ഒരു more than 150 നമുക്ക് വരും. പിന്നെ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വന്തം ചെയ്യേണ്ട വേറെ ചെയ്യണുണ്ടാവും. അത് അറൗണ്ട് 200,000 വരും. കയ്യിലുള്ള ക്യാഷ് നമ്മൾ ചിലവായി പോകുന്നല്ലാതെ ഒന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ കിട്ടാനുള്ള പൈസയും കിട്ടിപ്പോകുന്നില്ല. RBIയിൽ നമ്മൾ കസ്റ്റമറിന് കൊടുത്ത പൈസ ഉണ്ടല്ലോ, സാധനം കൊടുത്ത അതിൻ്റെ പൈസ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അതും കിട്ടുന്നില്ല. കട പൂട്ടിക്കെടുക്കില്ല, അപ്പോൾ ആരും വരുന്നില്ല. चारमाना पहिला आमका तो पुराना था, अभी नया चारमाना से पहले से अभी अच्छा है, धंधा भी अच्छा है, दुकान भी अच्छा है, कस्टमर भी अभी अच्छा आ रहा है. चारमाना पूरा अच्छा का, लेकिन कानून है ना, कानून ये टाइम है ये साल का पहला बनाने का, इसलिए हम लोग पहले से बना लिए. कभी कानून शुरू है, कानून का पहले से हम लोग बना लिए. ഈ ഫുഡ് സേഫ്റ്റി മെയിനായിട്ട് എല്ലാവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്, മറ്റേ കസ്റ്റമേഴ്സിനും നല്ലതാണ്. കിട്ടിയാൽ റിന്യൂവൽ ചെയ്യണമെന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നിടത്തോളം നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ് വരുന്നത്. ജോലി നമ്മൾ 16 വർഷമായിട്ട് ഈ ഒരു ജോലിയിലായതുകൊണ്ട് നമുക്ക് വേറെ ജോലിനോട് അത്ര കിട്ടുന്നില്ല.